ഹലോ, എങ്ങോട്ടായി റീത്തൊക്കെ പിടിച്ച്? എങ്ങോട്ടേട്ടാ? എടാ ബിനീഷേ, ആ റീത്തും മാലയും വാങ്ങിച്ചേ. എന്താ ചെല്ലപ്പൻ സാറിന് സൈഡ് കൊടുക്ക്, സാറ് പോട്ടെ അല്ലേ? ഇറങ്ങി ചെല്ലപ്പൻ സാറേ. മോനെ ഇപ്പൊ ഈ റീത്ത് നിനക്കൊക്കെ ഉള്ള റീത്ത് ഞാൻ വേറെ എത്തിക്കാം. റീത്തും പൊക്കം തിരിച്ചറിയ മേത്തന്മാര് സഹാവേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എടുക്കേണ്ടതായിരുന്നു. സായിക്കളെ, നമുക്ക് ഈ വടിയും കുന്തൊന്നും വേണ്ട, എല്ലാരും എടുത്ത് കളഞ്ഞു. നമുക്ക് നല്ല കയ്യാങ്കളി മതി. അതെങ്ങനെയല്ലോ? അത് മതി. എന്താ വരവിന്റെ ഉദ്ദേശം? സഖാവേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. വേണ്ട, നമുക്ക് വേറെ ഉദ്ദേശിക്കാം. അപ്പൊ നടക്കൂലോ. സഖാവേ, രണ്ട് സാക്ഷികൾ വേണം. ഒന്നാം സാക്ഷി ഞാൻ, രണ്ടാം സാക്ഷി ഉണ്ണിക്കുട്ടൻ. രക്തസാക്ഷിയാകാനാണ് ഞാനില്ല. എന്നാ നോക്കി ആ മുടിയുള്ള അടിക്കേ. സാക്ഷികളെ കിട്ടി മാഡം, സാക്ഷികൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഗൗതമി ഒപ്പിട്. എന്നെ വിളിക്കുന്നത്. പിന്നെ മാഡം, ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പുറത്ത് പൊരിഞ്ഞ അടിയടക്കാണ്. സാക്ഷികൾ ആദ്യം ഒപ്പിട്ടെന്ന് വെച്ച് ഒരു ചുക്കം പറ്റാൻ പോണില്ല. ഒപ്പിട്. സാറിന്റെ പേര് എഴുതിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ലഡു രണ്ടെണ്ണം മാറ്റി വെച്ചേക്കെ, ഞങ്ങൾ പിന്നെ വന്നിട്ട് കഴിച്ചോളാം. നിങ്ങൾ ഉണ്ണിക്കുട്ടാ വേഗം വാ. എന്റെ അമ്മ, ഇത് എന്തൊരിടിയാടോ? മിണ്ടാതിരിടോ, അണികൾ ഇരിക്കട്ടെ, പാർട്ടി ഓഫീസിലോട്ട് വിളിക്കാം. ഹലോ, അവിടെ എത്ര പേരുണ്ട്? 10 പേരാ. എന്ത് ചെയ്യണം? ക്യാരംസ് കളിക്കണം. ഒരു പണി, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എത്ര വേഗം ഇവിടെ പോയി അടിയടക്കണ്ട. ഒരു ആംബുലൻസ് വിട്ടു. ഉന്തുവണ്ടി തന്റെ ആരെങ്കിലും ചത്തിഞ്ഞ ആശുപത്രി കൊണ്ടുപോട്ടെ. ഇല്ലെങ്കിൽ അവന്മാർ നാളെ ഹർത്താൽ വിളിക്കും. അതെ, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ അവൻ എന്റെ തലയിൽ കയറും. മനസ്സിലായോ? അങ്ങനെ കല്യാണമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. കാവ്യാത്മകമായിട്ടുള്ള അന്തരീക്ഷം. പോരട്ടെ, കേറട്ടെ. ഇത്രയും നല്ലൊരു അടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഹോയ് 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 ഹോയ്. നീ അനന്തര നേരെ കൈ നീയേ കുറച്ച് അഹങ്കോരം തീർക്കണല്ലാത്തിനെ. ഭീമ ഇറങ്ങി വാടാ. ഇല്ല, വരൂല, പോടാ. ഞാൻ വെറുതെ വിടൂല. പിന്നെ ഇറങ്ങിച്ചല്ലാൻ ഉണ്ണിക്കുട്ടൻ മതിയാ. അടിക്കാൻ വരുമ്പോഴെങ്കിലും ജെട്ടിയിട്ട് വന്നൂടെ? ഓഫർ വരുമ്പോ ഞാൻ എടുത്തോളാം. എല്ലാത്തിനെ എന്നെ നോക്കി വലിച്ചടിക്കണവനെ. യുദ്ധത്തിൽ പിന്നീന്നൊന്നും അടിക്കാൻ പാടില്ലെന്ന് അറിയില്ല. ഉണ്ണി അവനെ ചവിട്ടി എല്ലോടിക്കണവനെ. എടാ ഭീമ, കണ്ടോടെ ഞങ്ങളുടെ പിള്ളേരുടെ ഗുണം. എല്ലാ പട്ടിക്കോട്ട ഒരു ദിവസം മനസ്സിലായോ? അയ്യോ, അതിന്റെ പട്ടി പോലെ. അയ്യോ, ചോര. എന്നാ പറ്റിയാണ്? പട്ടി കടിച്ചടാ.
ആരെങ്കിലും എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ. അപ്പൊ അവിടെ കല്യാണം മുടക്കണ്ടേ നമുക്ക്? പിന്നെ കല്യാണം മുടക്കാൻ പോണ്. അവന് ഇരിക്കാൻ പറ്റണ്ട ആദ്യം. എടാ ബിനീഷേ, ആ ബോട്ട് എടുക്കടാ. കൊണ്ടുപോടാ. അനുനേട്ടന് ഒരു കുമ്മിന് വേണ്ടിട്ടല്ലേ ഞാൻ ആ ബോട്ടെല്ലാം മണിക്കൂർ വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നത്. അതെല്ലാം പറഞ്ഞു വിട്ട് ഇനി എങ്ങനെ പോണത്? ആരെങ്കിലും കേട്ടിട്ട് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ തെണ്ടികളെ. ഓ ഏതെങ്കിലും ഒരു വണ്ടി വിളിയിടാ. ഇനി നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഒരു മര്യാദയില്ല. വാ. വരയ്ക്കുന്നുണ്ടല്ലോ. കടിച്ചത് പേപ്പട്ടിയാണോ? ഈ തെണ്ടിനെ ആരെങ്കിലും ഒന്ന് എടുത്ത് ആറ്റിക്കളയടാ. അതെ അതെ അതെ. അയ്യോ, ശത്രു ആണേലും കുണ്ടിക്ക് പട്ടി ഓടിച്ചാലും പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അത് ശരിയല്ല. ഉണ്ണിക്കുട്ടാ, നമ്മുടെ ഓട്ടേ കയറ്റി ഇവര് വിട്ടോ. സമാധാനമായി ചെല്ല്. ഭീമ, നിനക്ക് 1 കോടി പുണ്യം കിട്ടും. അത് നിന്റെ അച്ഛനെ കൊടുത്താൽ മതി. എടാ പോടാ. ഓ, എന്തൊരു കടിയാണ് കടിച്ചത്. ആ ഓട്ടോ കൂലി അവന്മാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങണേ. എന്നെ ആദ്യം കേട്ടടാ. ഡാ, ശംഖു ശംഖു പോലെ എന്നോട് മെയിൻ കാര്യം പറയാനുണ്ട്. അവിടെ നിന്നേ. നീ എന്നെ ഇരുത്താൻ നോക്കണ്ടാ. ചന്തിക്ക് കാറ്റടിച്ചപ്പോ എന്താ സുഖം. എന്തുണ്ട് വിശേഷം? സുഖമാണ്. മേലെ എന്റെ വാളിൽ ഏതിലും വീട്ടിൽ നിന്നെ കണ്ടാലുണ്ടല്ലോ, നിന്റെ വീട്ടിൽ പോലും നീ കയറി പോരുത്. മനസ്സിലായ? മുട്ടാലെ നല്ല അടിക്കും. ഒന്നും മിണ്ടാതിരിടോ. ഇപ്പോഴാണ് നീ ശരിക്കും മീനനായത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മോളെ കൊണ്ട് പാലേക്ക് പോകാമല്ലോ. അയ്യോ, വിഷമിക്കൊന്നും വേണ്ട. മാത്തച്ചാന്റെ കല്ലറ കൊണ്ടുപോയി മോളെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും. നിങ്ങൾ ധൈര്യമായിട്ട് പോ. ഞങ്ങളും ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇല്ലേ. പിന്നെ ഈ കുട്ടികൾക്ക് അപ്പൂപ്പനായിട്ട് ഇയാളും ഉണ്ട്. അപ്പൂപ്പൻ കൊള്ളാം. ശരി. ആഹാ, ശരി, പോയിട്ട് വരാം. ശരി. ഇവിടെ അല്ല.